ഇന്നൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കാം. ആദ്യം കുപ്പിയുടെ ഒരു അടിവശം ഇങ്ങനെ മുറിച്ചെടുത്തോട്ടോ. കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഞാൻ ചാർട്ട് പേപ്പറിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ബ്ലൂ കളറാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. പിന്നെ അതേ ചാർട്ട് പേപ്പറിൽ നിന്ന് ചെറിയ ചെറിയ സ്ട്രിപ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഇല നമ്മൾ ആ സ്ട്രിപ്പിലേക്ക് ഒട്ടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ എടുക്കുന്ന ആ ബോട്ടിലിന്റെ വലിപ്പം അനുസരിച്ച് ആ സ്ട്രിപ്പുകൾ കട്ട് ചെയ്യുക. അതിനനുസരിച്ച് ഇലകൾ ഒട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കളർ പേപ്പർ യൂസ് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെവിക്കോളും കൊണ്ടാണ് ഇത് കുപ്പിയിൽ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഫെവിക്കോളിന്റെ ഭാഗം വരുന്ന ഭാഗത്ത് ആ പേപ്പറിന്റെ കളറ് പോവും. ഇനി നമ്മൾ ഒട്ടിച്ച ആ ലീഫിന്റെ മുകളിലായിട്ട് സ്കെച്ച് പെനോ ബ്രഷ് പെനോ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക, ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പശ എടുത്തിട്ട് ആ ഇലയുടെ അടിവശം മാത്രം നമ്മൾ പശ തേച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആ സൈഡിൽ ഒട്ടിച്ചിരിക്കുന്ന എല്ലാ ഇലകളിലും അടിവശത്ത് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്ലിറ്റർ പൗഡർ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം കേട്ടോ. നമ്മൾ ബ്ലൂ കളറല്ല എടുത്തിരിക്കുന്നത്, അപ്പൊ ബ്ലൂ കളർ ഗ്ലിറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഏത് കളറാണോ എടുക്കുന്നത് ആ കളർ ഗ്ലിറ്റർ എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. ഇനി ഇതിന്റെ പുറകിലേക്ക് പശ തേച്ച് കൊടുക്കാം. ഗ്ലൂഗൺ വെച്ച് തേക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പെട്ടെന്ന് ഒട്ടു കേട്ടോ. ഫെവിക്കോൾ ആകുമ്പോൾ കുറച്ച് താമസം എടുക്കും, പ്രത്യേകിച്ച് ആ കുപ്പി ആകുമ്പോൾ ഗ്ലേസിംഗ് ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒട്ടിയിരിക്കാൻ ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. അങ്ങനെ ആ ബോട്ടിലിന്റെ ചുറ്റും ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇതേപ്പോ റെഡിയായി. ഇനി അതിന്റെ താഴ്വശത്ത് എന്തോ ഒരു ചെറിയ കുറവ് തോന്നി. അപ്പൊ ഞാനതൊരു പുല്ലുകൾ വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാന്ന് വിചാരിച്ചു. അത് പേപ്പർ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് പുല്ലുകൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ആ ബ്രഷ് പെൻ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് അത് ഒട്ടിക്കുന്നത്. അത് ചുറ്റും ഒട്ടിച്ചെടുക്കുക. ഇത് ഞാൻ ഉണ്ടാക്കിയത് പരിസ്ഥിതി ദിനത്തിലാണ്, ജൂൺ 5-നാണ്. പക്ഷെ പോസ്റ്റ് ചെയ്യുന്നത് ജൂൺ 6-നാണ്. അപ്പോൾ വേറൊരു മോഡലിൽ ഒരു പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.